നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പം ഈ ആഴ്ചയില് നമ്മുടെ 2023 ഡിസംബർ തീരുന്നതിന് മുൻപായിട്ട് 158 PSC വിജ്ഞാപനങ്ങളാണ് വരാൻ പോകുന്നത്. 29-ാം തീയതി 30-ാം തീയതിയുമായിട്ട് നമ്മൾ കുറെ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. LSDS, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതുപോലെ ഓഫീസ് അറ്റൻഡന്റ്, LPUP പോലെയുള്ള പരീക്ഷകളെല്ലാം തന്നെ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് 29, 30-ാം തീയതി ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഏതൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. അപ്പൊ ഈ ഡിസംബർ മാസത്തില് 3 ഘട്ടങ്ങളായിട്ട് 204 വിജ്ഞാപനങ്ങളാണ് വരാൻ പോകുന്നത്. വന്നതും വരാൻ പോകുന്നതും ചേർത്തിട്ട് 204 വിജ്ഞാപനങ്ങളാണ് വരുന്നത്. ഡിസംബറിൽ വിജ്ഞാന പെരുമഴയായി PSC വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് ഉൾപ്പെടെ 46 എണ്ണം ഡിസംബർ 15-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഡിസംബർ 29-ന് രണ്ടാം ഘട്ടമായിട്ട് 46 വിജ്ഞാപനങ്ങൾ കൂടി വരുന്നുണ്ട്. 30-ന് 112 എണ്ണം പ്രസിദ്ധീകരിക്കും. അപ്പം 29-ാം തീയതി 2 ദിവസം കൂടെ ഉള്ളൂ. 29-ന് എന്താ വരുന്നത്? 46 വിജ്ഞാപനങ്ങൾ വരും. തൊട്ടടുത്ത ദിവസം 112 എണ്ണം. അങ്ങനെ ഈ വർഷം ടോട്ടൽ 720 വിജ്ഞാപനങ്ങളാണ് PSCയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. വിവിധ വകുപ്പുകളിൽ LD ക്ലർക്ക് ഉൾപ്പെടെ 26 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം നവംബർ 30-ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുള്ള അപേക്ഷ എന്നുവരെയാണുള്ളത്? ജനുവരി 3 വരെയാണുള്ളത്. നിലവിൽ 23-ാം തീയതി വരെ 8 ലക്ഷം അപേക്ഷകരാണ് LD ക്ലർക്കിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഡിസംബർ 29-നുള്ള 46 എണ്ണത്തില് 19 എണ്ണം സംസ്ഥാന തലത്തിലും 12 എണ്ണം ജില്ലാ തലത്തിലും അപേക്ഷിക്കാവുന്ന ജനറൽ തസ്തികകളാണ്. ബാക്കിയുള്ളവ സംവരണ വിഭാഗക്കാർക്കുള്ള സ്പെഷ്യൽ NCA റിക്രൂട്ട്മെന്റുകൾക്കുള്ളതും. പൊതുവിഭാഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി, SI, പോലീസ് കോൺസ്റ്റബിൾ, സെക്രട്ടേറിയറ്റ് PSC ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയവയും ഉണ്ട്. എന്ന് 29-ന് വരുന്നത്. ഡിസംബർ 30-നുള്ളവയിൽ LPUP അധ്യാപകർ, വാട്ടർ അതോറിറ്റിയിൽ LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളുമുണ്ട്. പൊതുവിഭാഗം സംസ്ഥാന തലത്തില് 32 വിജ്ഞാപനങ്ങളും ജില്ലാ തലത്തിൽ 18 വിജ്ഞാപനങ്ങളും ഉണ്ടാവും. സഹകരണ വകുപ്പില് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, വാട്ടർ അതോറിറ്റിയിലെ സർവേയർ തുടങ്ങി 77 തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് അവസാന ഘട്ടത്തിൽ തയ്യാറാക്കിയത്. ഇവയില് ഉള്ള അപേക്ഷകൾ 2024 ജനുവരി 31 വരെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇതുവരെ KS-നെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല. സോ ഈ വർഷം KS ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ ജനുവരി മാസത്തിൽ ഒരു വാർഷിക കലണ്ടർ പ്രസിദ്ധീകരിക്കുമെന്ന് PSC പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കലണ്ടറിനകത്ത് അറിയാം ഇതിന്റെ ഓരോന്നിന്റെയും ഡേറ്റ്. അത് ജനുവരി ആദ്യമാണോ, ജനുവരി പകുതിയാണോ, ജനുവരി അവസാനമാണോ പ്രസിദ്ധീകരിക്കുന്നതെന്ന് ഇതുവരെ അറിയില്ല. ഇതെല്ലാവരും ചോദിക്കുന്നുണ്ട്, അറിയില്ല. എന്തായാലും ജനുവരി മാസത്തിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് LD ക്ലർക്കിന്റെ ആയാലും LPUP-യുടെ ആയാലും അതുപോലെ ICDS സൂപ്പർവൈസർ ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാ എക്സാംസും എന്നാണ്, അതുപോലെ ഡിഗ്രി ലെവലൊക്കെ എന്നാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് തുടങ്ങുകയും ചെയ്യാം. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പൊ വിജ്ഞാപനങ്ങൾ ഒരുപാട് വരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വരുന്ന LD ക്ലർക്ക് പോലെയുള്ള എക്സാംസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരും അതുപോലെ ഡിഗ്രി ലെവൽ പഠിക്കുന്നവരും രണ്ടു കൂട്ടരും ചിലപ്പോൾ അവര് തന്നെ LPUP പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ LPUP എന്ന് പറയുമ്പോൾ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേറ്ററ്റ് ഒക്കെ പാസ്സായി BEdോ അല്ലെങ്കിൽ TTC ഒക്കെ ഉള്ളവരാണ് LPUP പ്രിപ്പയർ ചെയ്യുന്നവര്. അപ്പൊ നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറൻറ്റ് സിലബസ് ആണ്. അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവര് കോമ്പറ്റീഷൻ കുറച്ച് കുറവാണ്. 1.5 ലക്ഷം അപേക്ഷകരോടെ PSC പ്രതീക്ഷിക്കുന്നുള്ളൂ. ആ 1.5 ലക്ഷത്തിനോടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. എന്നാൽ നിങ്ങളുടെ സിലബസും വേറെയാണ്. എന്നാൽ LD ക്ലർക്ക് ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്നവര്, LSDS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവര്, SI ഒരു സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്നവര്, ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് നിങ്ങളുടെ ഡ്രീം എന്ന് തിരിച്ചറിഞ്ഞ് ഇതാണ് എനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിയുവാണെങ്കിൽ ആ സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ കേൾക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതുമായിരിക്കും നല്ലത്. ഇപ്പൊ LD ക്ലർക്കിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുള്ളി നിങ്ങൾ അവിടെ തന്നെ ഫോക്കസ് ചെയ്യുക. പലയിടത്തോട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്താൽ LD ക്ലർക്ക് എനിക്ക് കിട്ടുമോ എന്നുള്ളത്. എന്താണ് ഡിഫറൻസ്? അപ്പൊ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. LD ക്ലർക്ക് ആവുന്ന സമയത്ത് നിങ്ങളൊരു 10ാം ക്ലാസ് ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ 10ാം ക്ലാസ് ലെവലിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒറ്റ പരീക്ഷ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. NCERT-യിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിരിക്കും. കുറച്ചുകൂടെ ടഫ്നെസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ +2, +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് വരുന്ന സമയത്ത്
പിന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള മാറ്റം അറിയാമല്ലോ. ഇവിടെ സയൻസ് സബ്ജക്ട് LD ക്ലർക്കിന് സയൻസ് സബ്ജക്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫിസിക്സും കെമിസ്ട്രി ബയോളജിയും പഠിക്കണം. പക്ഷെ ഡിഗ്രി ലെവൽ ആവുന്ന സമയത്ത് പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൂടുതൽ പഠിക്കേണ്ടത്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ സുപ്രധാന നിയമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പുറത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സുപ്രധാന നിയമം നമുക്ക് പഠിക്കേണ്ട, പക്ഷേ സുപ്രധാന നിയമത്തിന്റെ പല പോയിന്റ്സും നമുക്ക് ഇപ്പുറത്ത് പഠിക്കാനുമുണ്ട്, സിവിക്സിനകത്തുകൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവലുകാര് സ്റ്റാൻഡേർഡ് ബുക്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ചുകൂടെ ഹയർ ലെവല്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് വേർഷൻ ആണ് അവർ പഠിക്കേണ്ടത്. NCERT ആധികാരികമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ സ്റ്റാൻഡേർഡ് ബുക്സിനകത്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണേണ്ടി വരും. അതുപോലെ തന്നെ LD ക്ലർക്കുകാരും പഴയതുപോലെയല്ല, ഇപ്പൊ തന്നെ LD ക്ലർക്ക് നിലവാരത്തിലുള്ള പല ചോദ്യ പേപ്പറിലും ശ്രീധര മേനോൻ സാറിന്റെ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പഠന നിലവാരം ഡിഗ്രി ലെവലിനെ വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഡിഗ്രി ലെവലുകാര് വാസ്റ്റ് ആയിട്ട് പഠിക്കണം, ഡെപ്തിൽ പഠിക്കണം. ആ ഡിഗ്രി ലെവല് പഠിച്ച ഒരാൾക്ക് LD ക്ലർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. എന്നാൽ പറയുന്ന മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഡിഗ്രി ലെവല് ഫോക്കസ് ചെയ്തിട്ട് LD ക്ലർക്ക് അടിച്ചെടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ അതും ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും രണ്ട് രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പൊ കുറെ നാളുകളായിട്ട് ഇതിന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു വിചാരിക്കുന്നു. എന്താണോ നിങ്ങളുടെ ഡ്രീം ജോബ് അതിനെ മുൻനിർത്തി ഇപ്പൊ തൊട്ട് പഠിക്കുക. അല്ലാതെ പല ഘട്ടങ്ങളിലേക്ക് പോയി ഇപ്പൊ ഡിഗ്രി ലെവലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനെ മുൻനിർത്തി തന്നെ പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് LD ക്ലർക്ക് എഴുതാം, കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല LD ക്ലർക്ക് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. അതല്ല LP UP ആണെങ്കിൽ ആ സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. അതിന്റെ ഇടയ്ക്ക് LD ക്ലർക്ക് എഴുതാൻ പോയി അവിടെ കുറെ പഠിച്ചു ഇവിടെ കുറെ പഠിച്ചു, അതായി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാവും. എന്താണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അതിൽ ഉറച്ചു നിൽക്കുക. ഒരു വർഷം നമ്മുടെ മുമ്പിൽ ഇല്ല, തികച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് നിങ്ങൾ സമയമൊക്കെ സെറ്റ് ചെയ്ത് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് സിലബസിന്റെ കോപ്പിയൊക്കെ എടുത്ത് പഠിച്ചു തുടങ്ങുക. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കുക. ഞാൻ പറഞ്ഞത് എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക. അതല്ല എനിക്കെല്ലാം സാധിക്കും എന്ന് വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള പല ആൾക്കാരും ഉണ്ട്, പലതും പഠിക്കാനുള്ള കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഇതെല്ലാം കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് ടെലഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ തന്നത്.